ഇത്തവണ ഓണം മഴയിൽ കുതിരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ്. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി. രാഗേഷ്, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തം. തെക്കൻ കേരളത്തിലും മഴയുണ്ടെങ്കിലും അത്ര തന്നെ ശക്തമല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഗേഷിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചനകൾ. ഇതിൽ 6 ജില്ലകൾക്കകത്താണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, കണ്ണൂർ, ഒപ്പം തന്നെ കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ഈ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്താണ് ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തിരിക്കുന്നത്. സജി ജോസഫ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. ഒപ്പം തന്നെ എളയാവൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ജില്ലാ കലക്ടർ നിരീക്ഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്നത് കിഴക്കൻ മലയോര മേഖലകളിലും കോഴിക്കോട് ഉൾപ്പെടെ അതിശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മലയോര മേഖലകളിലേക്കുള്ള ട്രക്കിംഗ് യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. കണ്ണൂരിലും സ്ഥിതിഗതികൾ ഇതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം വിലയിരുത്തി വരികയാണ്. മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതുൾപ്പെടെയുള്ള സാധാരണ ഇത്തരത്തിൽ കാലാവസ്ഥ ദുഷ്കരമാകുമ്പോഴുള്ള എല്ലാ സൂചനകളും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും ഓണത്തിന് വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബ്യൂറോ ചീഫ് MM രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.